വെൽക്കം ബാക്ക് ടു ഇൻഷുറൻസ് വേൾഡ്സ്. അപ്പോൾ നമ്മുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലൂടെ ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നിവാബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അവതരിപ്പിക്കുന്ന റീഅഷ്യൂർ 2.0 ആൻഡ് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള നിവാബൂപ്പയുടെ ആസ്പെയർ എന്നൊരു പോളിസിയുടെയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. സോ നിങ്ങളുടെ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കടക്കാം. ആസ്പെയർ എന്നൊരു പോളിസിയാണ് നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നമുക്ക് പരിചയപ്പെടാം. ഈ ഒരു പോളിസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാത്തവർ കാണുക. അപ്പോൾ ആസ്പെയർ പോളിസിയുടെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. സം അഷ്യൂർഡ് നോക്കുകയാണെങ്കിൽ 3 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് നമുക്ക് ഈ ഒരു പോളിസി എടുക്കാൻ സാധിക്കുന്നത്. കവറേജ് മിറാക്കിൾ കവറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി തരുന്നുണ്ട്. മിറാക്കിൾ എന്നൊരു ഫീച്ചർ ഇൻബിൽട്ട് ആണ്. അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ മെറ്റേണിറ്റി എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട്, ഇൻഫെർട്ടിലിറ്റി, സറോഗസി, അഡോപ്ഷൻ, പിന്നെ ന്യൂ ബോൺ ബേബി കവറേജ്, ഇങ്ങനെ മെറ്റേണിറ്റിയുമായിട്ട് സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു പോളിസി തന്നെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെ നല്ലൊരു ഫീച്ചർ. പിന്നെ ബൂസ്റ്റർ പ്ലസ് എന്നൊരു ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള സം അഷ്യൂർഡ്, അതായത് നമുക്ക് ഒരു 10 ലക്ഷത്തിന്റെ പോളിസി എടുത്തു, അത് നമ്മളൊന്ന് ഈ വർഷം നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫുൾ എമൗണ്ട് തന്നെ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഓപ്ഷനാണ് ഈ ബൂസ്റ്റർ പ്ലസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ബൂസ്റ്റർ പ്ലസ് ഓപ്ഷൻ നമുക്ക് വ്യത്യസ്ത ഏജ് ബാൻഡ് ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 18 മുതൽ 35 വയസ്സ് വരെയുള്ള വ്യക്തികളാണ് ഈ പോളിസി എടുക്കുന്നതെങ്കിൽ അവർക്ക് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആയിട്ടുള്ള ടൈറ്റാനിയം പ്ലസ് എടുക്കുകയാണെങ്കിൽ പരമാവധി 10 തവണ വരെ ഈ പറഞ്ഞ ബൂസ്റ്റർ പ്ലസ് ബെനിഫിറ്റ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 10 ലക്ഷം എടുക്കുന്ന വ്യക്തിക്ക് 10 വർഷം കൊണ്ട് 1 കോടി 10 ലക്ഷമായിട്ട് അത് മാറുകയും അതേപോലെ തന്നെ മെറ്റേണിറ്റിക്കുള്ള സമ്മർഷോടും ഇതുപോലെ തന്നെ ബൂസ്റ്റർ പ്ലസിലൂടെ ക്യാരി ഫോർവേഡ് നമുക്ക് ചെയ്തു കൊടുക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ബെനിഫിറ്റാണ്. അടുത്തൊരു ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ക്യാഷ് ബാക്ക് എന്ന ഒരു ഓപ്ഷനാണ്. അഡീഷണൽ പ്രീമിയം അടച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ആഡ് ഓൺ റൈറ്റ് ആണ് ഈ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പ്രീമിയം എക്സ്ട്രാ അടച്ച് നമ്മൾ ഈ പോളിസി ക്യാഷ് ബാക്ക് എന്നൊരു റൈഡറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പോളിസി റിന്യൂ ചെയ്ത് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നമുക്കൊരു 10% പ്രീമിയത്തിൽ ഡിസ്കൗണ്ടും സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഒരു വർഷത്തിലും ക്ലെയിം ഫ്രീ ഇയറിൽ 5% വെച്ച് നമുക്ക് നമ്മുടെ ഒരു ക്യാഷ് ബാക്ക് ഒരു വാലറ്റ് പോലെ ക്രിയേറ്റ് ചെയ്ത് അതിലുള്ള എമൗണ്ട് ഒന്ന് ആഡ് ആവുന്നതാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രീമിയം ഫർദറുമായിട്ട് സബ്സിക്വൻ്റ് ഇയറിൻ്റെ പ്രീമിയം നമുക്ക് അടയ്ക്കുന്നതിന് ആ ഒരു എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനാണ് ക്യാഷ് ബാക്ക് എന്നൊരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ OP ബെനിഫിറ്റ് ഒരു പോളിസിയിൽ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അഡീഷണൽ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ OPD റൈഡർ അവൈലബിൾ ആണ്. അതുമൂലം നമുക്ക് OP ബെനിഫിറ്റ് 10,000 രൂപ വരെ വരുന്ന OP ബെനിഫിറ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചറും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പോളിസിയിൽ അഡീഷണൽ റൈഡറായിട്ട്. പിന്നെ ബോർഡർലെസ് എന്നൊരു കവറേജ്, നമുക്ക് ഇന്ത്യയിലെ അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ട് വിദേശത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്ന സമയങ്ങളിൽ ഈ വേൾഡ് വൈഡ് കവറേജ് ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ബോർഡർലെസ് എന്നൊരു ആഡ് ഓൺ റൈഡർ അവൈലബിൾ ആണ്. ദെൻ അടുത്തൊരു ഫീച്ചർ പറയുകയാണെങ്കിൽ ലോക്ക് ദി ക്ലോക്ക് എന്നൊരു ബെനിഫിറ്റ് ആണ്. ഈ ഒരു പോളിസിയിൽ നമുക്ക് റീഅഷ്യൂർ 2.0 എന്ന ഒരു പോളിസിയിൽ അവതരിപ്പിച്ച പോലെ തന്നെ ഒരു ഫീച്ചർ, അതായത് നമുക്ക് പ്രീമിയം മാറാത്ത ഓപ്ഷൻ, അതായത് നമുക്ക് എപ്പോഴാണോ ക്ലെയിം വരുന്നത് അപ്പോൾ മാത്രം അതിനുശേഷം മാത്രമേ പ്രീമിയം മാറത്തുള്ളൂ. അതുവരെ നമുക്ക് പോളിസി എടുക്കുമ്പോൾ എന്ത് പ്രീമിയമാണ് നമ്മൾ അടച്ചിരുന്നത് അത് തന്നെ നമുക്ക് 1 വർഷം അടച്ചു പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് അൺടിൽ ക്ലെയിം വരുന്നത് വരെ. ഓക്കെ, അതായത് പ്രീമിയം ലോക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം, നമുക്ക് ക്ലെയിം വരുന്നത് വരെ നമുക്ക് പ്രീമിയം ലോക്ക് ചെയ്ത് അതേ പ്രീമിയം ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പ്രീമിയം തന്നെ നമുക്ക് അടച്ചു പോകാനുള്ള സൗകര്യം ഇവിടെയും ഉണ്ട്. പിന്നെ ഫ്യൂച്ചർ റെഡി എന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് ഓൺ റൈഡർ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്യൂച്ചർ റെഡി എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു റൈഡറാണ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ നിസാര പ്രീമിയമേ നമുക്ക് വരുന്നുള്ളൂ. ഒരു 50 രൂപ 100 രൂപയ്ക്കകത്ത് നമുക്ക് ഈ ഒരു പ്രീമിയത്തിൽ അഡീഷണൽ ഈ ഒരു റൈഡറിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ അൺമാരീഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്, ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ നമുക്ക് പോളിസി എടുക്കുകയാണെന്നിരിക്കട്ടെ, 26 വയസ്സിൽ ഒരു പുള്ളി ഈ പോളിസി എടുക്കുകയാണെങ്കിൽ, ഓക്കെ, അവർക്ക് ഈ പറയുന്ന ഫ്യൂച്ചർ റെഡി എന്നൊരു ആഡ് ഓൺ റൈഡും കൂടി ഇട്ടിട്ടാണ് നമ്മൾ പോളിസി എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു 30 വയസ്സിൽ ഈ ഒരു പുള്ളി നമുക്ക് മാരേജ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ ഒരു പോളിസിയിൽ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ പറയുന്ന മെറ്റർണിറ്റിയുടെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും, 9 മാസത്തെ വെയിറ്റിംഗ് പീരീഡ്, അതേപോലെ 2 വർഷത്തെ സ്പെസിഫൈഡ് ഇല്ലൻസ് വെയിറ്റിംഗ് പീരീഡ്, 4 വർഷത്തെ PED വെയിറ്റിംഗ് പീരീഡ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതേ ബെനിഫിറ്റ് ഈ 30-ാം വയസ്സിൽ ഈ ഒരു സ്പൗസിനും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ആ സ്പൗസിനും ഈ പറഞ്ഞ ഹസ്ബൻഡിന് എന്തൊക്കെയാണോ ബെനിഫിറ്റുകൾ ഈ പോളിസിയിൽ വെയിറ്റിംഗ് പീരീഡ് വേവ് ഓഫ് ചെയ്ത് കിട്ടിയിരുന്നത് ഇത്രയും കാലം കൊണ്ട്, അത് ഈ പറയുന്ന സ്പൗസിന് പുതുതായിട്ട് ആഡ് ചെയ്യുന്ന മാരേജ് ആവുന്ന ഈ സ്പൗസിനും കൂടി നമുക്ക് വേവ് ഓഫ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഫ്യൂച്ചർ റെഡി എന്നൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഫ്യൂച്ചർ റെഡി ബെനിഫിറ്റിൻ്റെ ഇനിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്പൗസിന് ആഡ് ചെയ്യാൻ പോകുന്ന സ്പൗസിന് എന്ത് മെഡിക്കൽ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഈ പോളിസിയിൽ നമുക്ക് വിത്ത് സബ്ജക്ട് ടു അണ്ടർ റൈറ്റിംഗ് നമുക്ക് ആഡ് ഓൺ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു റൈഡർ ഈ പോളിസിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സമ്മതിച്ചോട് 3 വർഷത്തിൻ്റെ സമ്മതിച്ചോട് നമുക്ക് ഒരു ആദ്യത്തെ വർഷം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് എന്ന ഒരു റൈഡർ ആഡ് ഓൺ ചെയ്തുകൊണ്ട് 3 വർഷത്തെ പ്രീമിയം അടച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻ എടുക്കാൻ പറ്റും. ദെൻ ഈ പ്ലാനിൽ 4 വേരിയൻ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ഗോൾഡ് പ്ലസ്, ഡയമണ്ട് പ്ലസ്, പ്ലാറ്റിനം പ്ലസ്, ടൈറ്റാനിയം പ്ലസ് 4 വേരിയൻ്റ് അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാൻ നമുക്ക് റീഅഷ്യൂർ 2.0 പ്ലാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രീമിയത്തിൽ കുറച്ച് കുറവ് നമുക്ക് ഫീൽ ആവും. സ്യൂട്ടബിൾ ഈ ഒരു പോളിസി നമുക്ക് ആർക്കാണ് സ്യൂട്ടബിൾ എന്ന് നോക്കുകയാണെങ്കിൽ, മസ്റ്റായിട്ട് 18 മുതൽ 35 വയസ്സായിട്ടുള്ളവർക്ക്, നമുക്ക് യങ് പീപ്പിൾ, അതേപോലെ തന്നെ മെറ്റേണിറ്റി നോക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു പോളിസി തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് റീഅഷ്യൂർ 2.0 എന്നൊരു പോളിസി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോളിസിയാണ്. അപ്പോൾ നമുക്ക് 5 ലക്ഷം മുതൽ 1 കോടി വരെ ഈ പോളിസിയുടെ സമ്മർഷോട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. റീഅഷ്യൂർ 2.0 ലോക്ക് ദി ക്ലോക്ക് എന്ന് പറയുന്ന പ്രീമിയം ലോക്ക് ചെയ്യുന്ന ഫെസിലിറ്റി ഇതിലുണ്ട്. വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ ബ്രോൺസ് പ്ലസ്, പ്ലാറ്റിനം പ്ലസ്, ടൈറ്റാനിയം പ്ലസ് 3 വേരിയൻ്റ് ആണുള്ളത്. ബ്രോൺസ് പ്ലസിലാണെങ്കിൽ 3 തവണ ക്യാരി ഫോർവേഡ്, പ്ലാറ്റിനം പ്ലസിൽ 5 തവണയും ടൈറ്റാനിയം പ്ലസ് 10 തവണയാണ് നമുക്ക് ക്യാരി ഫോർവേഡ് കിട്ടുന്നത്.
വരുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു പ്ലാനിൽ നമുക്ക് ഏത് വേരിയൻ്റ് എടുത്താലും കിട്ടുന്ന ക്യാരി ഫോർവേഡ് 65 വയസ്സ് വരെയാണ് ഈ പ്ലാൻ എടുക്കാൻ സാധിക്കുന്നതെങ്കിൽ 65 വയസ്സ് വരെ നമുക്ക് ഈ പറയുന്ന ഏത് ഏജ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും തന്നെ ഈ ടൈറ്റാനിയം പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ 10 തവണ ക്യാരി ഫോർവേഡ് കിട്ടും. അവിടെ ആസ്പെയർ എന്നൊരു പോളിസിയിൽ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഈ പറയുന്ന പോലെ 10 തവണ ക്യാരി ഫോർവേഡ് കിട്ടുന്നതല്ല. 18 മുതൽ 35 വയസ്സ് വരെയാണ് നമുക്ക് ഈ ടൈറ്റാനിയം അവിടെ എടുത്തു കഴിഞ്ഞാൽ ആസ്പെയർ പോളിസിയിൽ എടുത്തു കഴിഞ്ഞാൽ ഈ 10 തവണ ക്യാരി ഫോർവേഡ് കിട്ടുക. അതർവൈസ് നമുക്ക് ഏജ് കൂടുന്തോറും അവിടെ ക്യാരി ഫോർവേഡിൻ്റെ ഒരു റേഞ്ചും കുറവായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് നിങ്ങൾ മെറ്റർണിറ്റി ഒന്നും ഫീച്ചർ നോക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് ഒരു 65 വയസ്സായിട്ടുള്ള വ്യക്തിക്ക് ഒരു 10 തവണ ക്യാരി ഫോർവേഡ് ഉള്ള ഒരു പോളിസി എടുക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ റീഇഷ്യൂ 2.0 എന്നൊരു പ്ലാൻ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഹൈ ക്യാരി ഫോർവേഡ് ഓപ്ഷനാണ് ഈ ഒരു പ്ലാൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ 18 മുതൽ 65 വയസ്സ് വരെ ഉള്ളവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 18 മുതൽ 65 വയസ്സ് വരെ ഉള്ളവർക്കും മെറ്റർണിറ്റി പോളിസി ഒന്നും നോക്കാത്തവർക്കും ഈ പറയുന്ന റീഇഷ്യൂ 2.0 എന്നൊരു പോളിസി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രണ്ട് പോളിസികളും തമ്മിലുള്ള കോമൺ ഫീച്ചർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേ കെയർ പ്രൊസീജിയേഴ്സ് രണ്ട് പോളിസിയിൽ അപ് ടു സമ്മേഴ്സ്ഡ് വരുന്നുണ്ട്. രണ്ട് പോളിസിയും 18 മുതൽ 65 വയസ്സ് വരെ ഉള്ളവർക്ക് എടുക്കാം. അതേപോലെ രണ്ട് പോളിസികളിലും നമുക്ക് ചൈൽഡിനെ നമുക്ക് 30 വയസ്സ് വരെ ഉള്ളവരെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ചൈൽഡ് എന്ന സ്റ്റേറ്റസിൽ 30 വയസ്സ് വരെ കുട്ടികളെ ഉൾപ്പെടുത്താനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം വേണമെങ്കിൽ ആസ്പെയർ പോളിസിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് വേറെ പോളിസിയിൽ മാറ്റും, അല്ലെങ്കിൽ ഇതേ പോളിസിനെ തുടർന്ന് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് അപ് ടു സമ്മേഴ്സ്ഡ് വരെ കവർ ചെയ്യുന്നുണ്ട് രണ്ട് പ്ലാനിലും. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷനും അപ് ടു സമ്മേഴ്സ്ഡ് വരെ കവർ ചെയ്യുന്നുണ്ട്. ആയുഷ് ട്രീറ്റ്മെൻറ്റ് ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി, സിദ്ധ എല്ലാം തന്നെ അപ് ടു സമ്മേഴ്സ്ഡ് രണ്ട് പ്ലാനിലും കവർ ചെയ്യുന്നുണ്ട്. റീഅഷ്യൂർ പ്ലസ് എന്നൊരു ഫീച്ചർ, അതായത് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ആണ് മറ്റ് കമ്പനികൾ നമ്മൾ ഇതിന് പറയുന്നത്. അപ്പോൾ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഓരോ ക്ലെയിം വന്നു കഴിഞ്ഞാലും ഈ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഫീച്ചർ നമുക്ക് വർക്കായി നമുക്ക് ഒരു അക്ഷയപാത്രം പോലെ ക്ലെയിമുകൾ എടുക്കുന്നതിന് ഈ പറയുന്ന റീസ്റ്റോറേഷൻ ഫീച്ചർ ലഭിക്കുന്നതാണ് രണ്ട് പ്ലാനിലും. എമർജൻസി റോഡ് ആംബുലൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് പ്ലാനിലും ആസ് പെർ ആക്ച്വൽ പ്ലാൻ വരെ നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് ചെക്കപ്പ്, കോംപ്ലിമെൻ്ററി ഹെൽത്ത് ചെക്കപ്പ് വർഷത്തിൽ ഒരു തവണ നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ലഭിക്കുന്നുണ്ട്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 60 ദിവസവും, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 150 ദിവസം വരെ കവർ ചെയ്യുന്നുണ്ട് രണ്ട് പ്ലാനിലും. അതുപോലെ ലിവ് ഹെൽത്തി ബെനിഫിറ്റ് എന്ന് പറയുന്ന നമുക്ക് വെൽനസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് റിന്യൂവൽ ടൈമിൽ അപ് ടു 30% ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് വെൽനസ് ഓപ്ഷൻസ് ഫോക്കസ് ചെയ്യുന്നവർക്ക് അങ്ങനെ 30% വരെ റിന്യൂവലിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന ഓപ്ഷൻസ് രണ്ട് പ്ലാനിൽ അവൈലബിൾ ആണ്. രണ്ട് പ്ലാനിൽ നോ കോ പേയ്മെൻറ്റ്, അത് കോ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ തന്നെ ഇല്ല എന്നുള്ളത് എടുത്ത് പറയുന്ന നല്ലൊരു ഫീച്ചറാണ്. നോൺ പേയബിൾ ഐറ്റംസ്, അതായത് സേഫ് ഗാർഡ് എന്ന പേരിലാണ് ഇതിൽ അറിയുന്നത്. ഈ പറഞ്ഞ ഗ്ലൗസ്, PP കിറ്റ്, സിറിഞ്ച് ഇതുപോലുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ഈ പോളിസിയിൽ സേഫ് ഗാർഡ്, രണ്ട് പോളിസികൾ സേഫ് ഗാർഡ് റൈഡർ അവൈലബിൾ ആണ്. അത് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ എമൗണ്ട് നമുക്ക് കവർ ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് സേഫ് ഗാർഡ് പ്ലസ് എന്നൊരു പേരിലാണ് നമുക്ക് റീഇഷ്യൂ 2.0 ആസ്പെയർ പോളിസിയിലും ഓപ്ഷൻ അവൈലബിൾ ഉണ്ട്. അത് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ എല്ലാ കൺസ്യൂമബിളും 4 ലിസ്റ്റും തന്നെ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. 140ഓളം കൺസ്യൂമബിൾ ഐറ്റംസ് കവർ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ ക്യാഷ് എന്ന് പറയുന്ന ഒരു റൈഡർ, അതായത് നമുക്ക് ഹോസ്പിറ്റലിൽ പല രീതിക്ക് നമുക്ക് ചിലവ് വരുമല്ലോ. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിലധികം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എടുക്കുന്ന സമ്മർഷോടനുസരിച്ച് 1000 രൂപ മുതൽ 4000 രൂപ വരെയൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ് നമുക്ക് ഡിസ്ചാർജ് ആയതിനു ശേഷം ഇത്ര ദിവസം 10 ദിവസം നമ്മൾ അഡ്മിഷൻ ആയിട്ടുണ്ടെങ്കിൽ ആ ഓരോ ദിവസം ഇത്ര 1000 രൂപ മുതൽ 4000 രൂപ വരെയുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ഡിസ്ചാർജ് ആയതിനു ശേഷം നമുക്ക് ഒരു അലവൻസ് പോലെ നമുക്ക് ലംസം പേയ്മെൻറ്റ് കിട്ടുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഹോസ്പിറ്റൽ ക്യാഷ് റൈഡർ എന്നുള്ളത്. അത് നമുക്ക് രണ്ട് പോളിസികളിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ട് പോളിസികൾ പേഴ്സണൽ ആക്സിഡൻറ്റ് എന്നൊരു റൈഡർ ഓപ്ഷനിലായിട്ട് അവൈലബിൾ ആണ്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മർഷോട് ഇപ്പോൾ 10 ലക്ഷമാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 5x ടൈം വരെ, അതായത് 50 ലക്ഷം വരെ നമുക്ക് ഈ പറഞ്ഞ പേഴ്സണൽ ആക്സിഡൻറ്റ് റൈഡർ കിട്ടുന്നതാണ്. ഓക്കെ, ഇൻഷുർഡ് മെമ്പറിന് നമുക്ക് അതും കൂടി ആഡ് ഓൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 5 മടങ്ങ് അധികം നമുക്ക് ഇപ്പോൾ പറയുന്ന പേഴ്സണൽ ആക്സിഡൻറ്റ് മൂലം നമുക്ക് മരണപ്പെട്ടു പോകുകയാണെങ്കിൽ നോമിനിക്ക് വലിയ ലംസം എമൗണ്ട് കിട്ടുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. അതർവൈസ് അതില്ലാതെ നമുക്ക് പോളിസി എടുക്കാനും സാധിക്കുന്നതാണ്. ഡിഡക്റ്റബിൾ ഓപ്ഷൻസ്, രണ്ട് പ്ലാനുകളിൽ സ്മാൾ ഡിഡക്റ്റബിൾ ഓപ്ഷൻസ് ഇടാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ചെറിയ 50,000, 1 ലക്ഷം രൂപ വരെയുള്ള ഡിഡക്റ്റബിൾ നമുക്ക് വേറെ പോളിസികളുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് 50,000, 1 ലക്ഷം വരെയുള്ള നമുക്ക് ക്ലെയിമുകൾ വരികയാണെങ്കിൽ നമുക്ക് മാനേജബിൾ ആണ് എന്ന് തോന്നുന്ന വ്യക്തികൾക്ക് ഈ പറയുന്ന ഡിഡക്റ്റബിൾസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ പ്രീമിയത്തിൽ ചെറിയൊരു ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വേറെ പോളിസികളൊന്നും ഇല്ലാത്തവർ ഈ ഡിഡക്റ്റബിൾ ഇടാതെ പോളിസി കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. രണ്ട് പോളിസിയിൽ നമുക്ക് എടുത്ത് പറയുന്നത് നല്ലൊരു ഫീച്ചർ 2 hours പ്ലസ് ഹോസ്പിറ്റലൈസേഷനും കവറാണ്. അതായത് പ്രോപ്പർ അഡ്മിഷനും ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ ഈ ഒരു പോളിസിയിൽ നമുക്ക് 2 മണിക്കൂറിലധികം വരുന്ന ഹോസ്പിറ്റലൈസേഷൻ പോലും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, പൊതുവെ നമുക്ക് 24 hours പ്ലസ് ആണ് നമുക്ക് എല്ലാ കമ്പനികളും ഓപ്ഷനെങ്കിൽ ഇവിടെ 2 hours പ്ലസ് ഹോസ്പിറ്റലൈസേഷനും പ്രോപ്പർ ഒരു ട്രീറ്റ്മെൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രോപ്പർ അഡ്മിഷൻ ഡിസ്ചാർജ് സമ്മറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ക്ലെയിം ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അടുത്തൊരു വെയിറ്റിംഗ് പീരീഡിൻ്റെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ റീഇഷ്യൂ 2.0 എന്നൊരു പോളിസിയിൽ ആസ്പെയർ എന്ന പോളിസി നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടിലും ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 30 ദിവസമാണ്. സ്പെസിഫൈഡ് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ്, അതായത് സർജറി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഹെർണിയ പൈൽസ്, കാറ്ററാക്ട് എന്ന് പറയുന്ന സ്ലോ ഗ്രോയിങ് ഡിസീസ് 10 വരുന്ന അസുഖങ്ങൾക്ക് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡാണ് രണ്ട് പ്ലാനിലും വരുന്നത്. പ്രീ എക്സിസ്റ്റിംഗ് അഥവാ നിലവിലുള്ള അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് റീഇഷ്യൂ 2.0 ബ്രോൺസ് എന്നുള്ള വേരിയൻറ്റ് ചൂസ് ചെയ്യുന്നവർക്ക് 4 വർഷവും, പ്ലാറ്റിനം, ടൈറ്റാനിയം എന്നുള്ള വേരിയൻറ്റ് ചൂസ് ചെയ്യുന്നവർക്ക് 3 വർഷമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ് ആസ്പെയർ പോളിസിയിലാണെങ്കിൽ ഗോൾഡ് പ്ലസ് എന്നുള്ള ബേസിക് വേരിയൻറ്റിൽ 4 വർഷവും, ബാലൻസ് ഉള്ള ഡയമണ്ട്, പ്ലാറ്റിനം, ടൈറ്റാനിയം എന്നുള്ള ബാലൻസ് 3 വേരിയൻറ്റിൽ നമുക്ക് 3 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത്.
പിന്നെ മെറ്റേണിറ്റി ആണ് റീഇഷ്യൂ 2.0 കമ്പയർ ചെയ്യുമ്പോൾ ആസ് പെയറിലുള്ള അഡീഷണൽ ഫീച്ചർ എന്ന് പറഞ്ഞു. മെറ്റേണിറ്റിയുടെ ഓപ്ഷൻ നമുക്ക് റീഇഷ്യൂ 2.0 ഇല്ല. ഓക്കെ, അപ്പോൾ മെറ്റേണിറ്റിക്കുള്ള വെയിറ്റിംഗ് പീരീഡ് ഇനി എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് പ്ലസ് എന്നുള്ള ബേസിക് വേരിയൻറ്റ് എടുക്കുന്നവർക്ക് 4 വർഷം കഴിഞ്ഞിട്ട് ഈ മെറ്റേണിറ്റി കവറേജ് ഓപ്പൺ ആവത്തുള്ളൂ. ഡയമണ്ട് പ്ലസ് എടുക്കുന്നവർക്കാണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട്. ഇൻ കേസ് പ്ലാറ്റിനം ടൈറ്റാനിയം എന്നുള്ള ടോപ്പ് വേരിയൻറ്റ് എടുക്കുന്നവർക്ക് 9 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പോളിസി എടുത്ത് 9 മാസം കഴിഞ്ഞാൽ തന്നെ മെറ്റേണിറ്റിക്കുള്ള സമ്മർഷോട് എന്താണോ അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മെറ്റേണിറ്റിക്കുള്ള സമ്മർഷോട് എത്രയാണെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ചാർട്ടാണ് നമുക്ക് ഇനി സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. 3 ലക്ഷത്തിൻ്റെ ആസ് പെയർ പോളിസി എടുക്കുന്നവർക്ക് 4000 രൂപയാണ് നമുക്ക് മെറ്റേണിറ്റിക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. അത് തന്നെയാണ് ഈ മിറാക്കിൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. 5 ലക്ഷം ആണെങ്കിൽ 5000, 7.5 ലക്ഷം ആണെങ്കിൽ 10000, 10 ലക്ഷം ആണെങ്കിൽ 12000, 15 ലക്ഷം 15000, 20 ലക്ഷം 25 ലക്ഷം എടുക്കുന്നവർക്ക് 20,000 രൂപ മെറ്റേണിറ്റിക്ക് സമ്മർഷോട് കിട്ടുന്നുണ്ട്. 50 ലക്ഷം അതിന് മുകളിൽ 1 കോടി വരെ എടുക്കുന്നവർക്ക് പരമാവധി 25,000 രൂപ വരെയാണ് നമുക്ക് മെറ്റേണിറ്റി സമ്മർഷോട് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു കവറേജ് ചൂസ് ചെയ്യാതെ 7.5 ലക്ഷം മുതലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യുമ്പോഴാണ് 10,000 രൂപ മുതൽ മെറ്റേണിറ്റിക്കുള്ള മിറാക്കിൾ ബെനിഫിറ്റ് കിട്ടുക എന്ന് ആലോചിക്കുക. അപ്പോൾ ഈ പോളിസിയിൽ അത് മാത്രമല്ലാതെ നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് എന്നൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു 10 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുന്നവർക്ക് ഫാസ്റ്റ് ഫോർവേഡ് ബെനിഫിറ്റ് ഇട്ട് നമുക്ക് 3 വർഷത്തേക്ക് പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 10 ലക്ഷം ഇൻറ്റു 3 30 ലക്ഷം ആദ്യത്തെ വർഷം തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കമ്പനി തരുന്നതാണ്. അതേപോലെ തന്നെ 12,000 എന്നൊരു മെറ്റേണിറ്റി ബെനിഫിറ്റിൻ്റെയോടൊപ്പം അതിൻ്റെ 3 മടങ്ങായിട്ടുള്ള 36,000 രൂപ നമുക്ക് ആദ്യത്തെ 9 മാസത്തെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ തന്നെ ഉപയോഗിക്കാനായിട്ട് കമ്പനി തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചൂസ് ചെയ്യുന്ന 15 ലക്ഷത്തിൻ്റെ 20 ലക്ഷത്തിൻ്റെ പോളിസികൾ നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് ബെനിഫിറ്റ് ഇട്ട് എടുക്കുകയാണെങ്കിൽ 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ ഈ പറയുന്ന നോർമൽ സമ്മർഷോടും ബേസിക് സമ്മർഷോടും അതുപോലെ തന്നെ മിറാക്കിൾ ബെനിഫിറ്റിൻ്റെ സമ്മർഷോടും മെറ്റേണിറ്റിയുടെ സമ്മർഷോടും തന്നെ അതിന് ട്രിപ്പിൾ ടൈം ആയിട്ട് നമുക്കത് ഫസ്റ്റ് ഇയറിൽ ഓൺവേർഡ്സ് നമുക്ക് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ കമ്പനി കൊടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ക്യാരി ഫോർവേഡ് ഓപ്ഷൻ ആസ് പെയർ പോളിസിയുടെ കമ്പാരിസനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗോൾഡ് പ്ലസ് ഡയമണ്ട് പ്ലസ് പ്ലാറ്റിനം പ്ലസ് ടൈറ്റാനിയം പ്ലസ് എന്നൊരു ഓരോ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് പ്ലസ് ആദ്യത്തെ വേരിയൻറ്റിൽ നമ്മൾ പറഞ്ഞു എൻട്രി ഏജിന് അടിസ്ഥാനത്തിലാണ് ഈ ക്യാരി ഫോർവേഡ് ഓപ്ഷൻ ഇവിടെ നമ്മൾ ആസ് പെയർ പോളിസിയിൽ വർക്ക് ആവുന്നത്. റീഇഷ്യൂ 2.0 പോളിസിയിലാണെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് 18 മുതൽ 65 വയസ്സ് വരെ എടുക്കുന്നവർക്ക് ടൈറ്റാനിയം വേരിയൻ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 10 തവണ ക്യാരി ഫോർവേഡ് കിട്ടുന്നതാണ്. ഏജിൻ്റെ അടിസ്ഥാനത്തിലല്ല അവിടെ വർക്ക് ആവുന്നത്. പക്ഷേ ഈ ഒരു പോളിസി പ്രീമിയം കുറച്ച് കുറവായതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പറഞ്ഞ ക്യാരി ഫോർവേഡ് ഓപ്ഷനിൽ കുറച്ച് റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഗോൾഡ് പ്ലസ് ആണ് എടുക്കുന്നതെങ്കിൽ 18 മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ഗോൾഡ് പ്ലസ് എന്നൊരു ബേസിക് വേരിയൻ്റ് എടുക്കുമ്പോൾ 3 തവണയാണ് ക്യാരി ഫോർവേഡ് വരുന്നത്. ഓക്കെ, 10 ലക്ഷം എടുക്കുകയാണെങ്കിൽ 30 ലക്ഷമായിട്ട് മാറുന്നതാണ് 3 വർഷം കൊണ്ട്. അതിനുശേഷം അക്യുമുലേഷൻ ക്യാരി ഫോർവേഡ് നടക്കുന്നതല്ല. 36 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ളവർക്കാണെങ്കിൽ 2 തവണ ക്യാരി ഫോർവേഡ്, 46 വയസ്സിന് മുകളിലാണെങ്കിൽ ഒറ്റ തവണ മാത്രമേ ക്യാരി ഫോർവേഡ് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആസ് പെയർ പ്ലാനിൽ ഡയമണ്ട് പ്ലസ് എന്നൊരു വേരിയൻറ്റിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ എൻട്രി ഏജ് 18 മുതൽ 35 വയസ്സ് വരെ 5 തവണ ക്യാരി ഫോർവേഡ്, 36 മുതൽ 45 വയസ്സ് വരെ 3 തവണ ക്യാരി ഫോർവേഡ്, 46 വയസ്സിന് മുകളിൽ 2 തവണ ക്യാരി ഫോർവേഡാണ് ലഭിക്കുന്നത്. ഇനി പ്ലാറ്റിനം പ്ലസ് ടൈറ്റാനിയം പ്ലസ് എന്ന 2 വേരിയൻറ്റ് എടുക്കുകയാണെങ്കിലും രണ്ടിലും സെയിം തന്നെയാണ്. നമുക്ക് 18 മുതൽ 35 വയസ്സ് വരെ 10 തവണ ക്യാരി ഫോർവേഡ്, 36 മുതൽ 45 വയസ്സ് വരെ 5 തവണയും, 46 വയസ്സിന് മുകളിൽ 3 തവണയാണ് ക്യാരി ഫോർവേഡ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റേണിറ്റി നോക്കുന്നില്ല, നമുക്ക് ക്യാരി ഫോർവേഡാണ് ഭയങ്കര മുഖ്യം. നമുക്ക് ഏജ് 36 വയസ്സിന് മുകളിലാണ് നമുക്ക് ക്യാരി ഫോർവേഡ് കൂടുതൽ 10x ക്യാരി ഫോർവേഡ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും റീഇഷ്യൂ 2.0 എന്നൊരു പോളിസി ചോദിച്ച് വാങ്ങിക്കുക. അതർവൈസ് നമുക്ക് ഈ പറയുന്ന പ്രീമിയം കുറയ്ക്കലാണ് നമ്മുടെ പർപ്പസ്. നമുക്ക് കൂടുതൽ ക്യാരി ഫോർവേഡ് ഫീച്ചറിലൊന്നും താല്പര്യമില്ലെങ്കിൽ കൂടുതൽ ഏജ് ഉള്ളവർക്കും ഈ പറയുന്ന ഗോൾഡ് ഡയമണ്ട് പോലെയുള്ള വേരിയൻറ്റുകൾ എടുക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ക്യാരി ഫോർവേഡ് കുറവായി കിട്ടുകയാണെങ്കിലും പ്രീമിയത്തിൽ ചെറിയൊരു കുറവും നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ സമ്മർഷോട് നമ്മൾ പറഞ്ഞു 3 ലക്ഷം മുതൽ 1 കോടി വരെ ആസ് പെയർ പ്ലാനും റീഇഷ്യൂ 2.0 5 ലക്ഷം മുതൽ 1 കോടി വരെയാണ് ലഭിക്കുന്നത്. എമർജൻസി എയർ ആംബുലൻസ് ആസ് പെർ ആക്ച്വൽ നമുക്ക് ആസ് പെർ പ്ലാനിൽ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ റീഇഷ്യൂ 2.0 പ്ലാനിൽ കവർഡ് അപ് ടു 2.5 lakhs ആണ് കവർ ചെയ്യുന്നത്. കോംപ്ലിമെൻ്ററി വെൽനസ് ടെസ്റ്റ് ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ഒരു വർഷത്തിൽ ആസ് പെർ ദി ലിസ്റ്റ് നമുക്ക് ആസ് പെയറിൽ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ സമ്മർഷോഡിനനുസരിച്ച് നമുക്ക് മാക്സിമം 10,000 രൂപ വരെയൊക്കെയാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, മോഡേൺ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റോബോട്ടിക് സർജറി നമുക്ക് ആസ് പെയർ പ്ലാനിൽ സമ്മർഷോഡ് വരെ തന്നെ കവർ ചെയ്യുന്നുണ്ട്. റീഇഷ്യൂ 2.0 പ്ലാനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കവർഡ് അപ് ടു സമ്മർഷോഡ് എക്സെപ്റ്റ് റോബോട്ടിക് സർജറിക്ക് നമുക്കൊരു 1 ലക്ഷം രൂപയുടെ ലിമിറ്റേഷൻ നമുക്ക് റീഇഷ്യൂ 2.0 വരികയാണെങ്കിൽ ആസ് പെയർ പ്ലാനിൽ നമുക്കെല്ലാം അപ് ടു സമ്മർഷോഡ് വരെ കവർ ചെയ്യുന്നുണ്ട്. ഇനി ഗ്ലോബൽ കവറേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് റീഇഷ്യൂ 2.0 കിട്ടുന്നില്ല. ഗ്ലോബൽ കവറേജ് വേണമെന്നുള്ളവർക്ക് നമുക്ക് ആസ് പെയർ പ്ലാനിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊരു ആഡ് ഓൺ റൈഡർ ആണെന്ന് ഓർക്കുക. അപ്പോൾ നമുക്കിത് പ്ലാൻഡ് ആൻഡ് എമർജൻസി ബോത്ത് ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാലും ഓക്കെ, അപ്പോൾ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നമുക്ക് ഓക്കെ ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്, അതായത് ഇന്ത്യയിൽ വേണം നമുക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാനിൽ നമുക്ക് ഡിഡക്റ്റബിൾ അഥവാ കോ പേയ്മെൻറ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 0%, 20%, 30%, 40%, 50% വരെ നമുക്ക് കോ പേയ്മെൻറ്റ് നമുക്ക് ഈ ഗ്ലോബൽ കവറേജിൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കമ്പനി കൊടുക്കുന്നുണ്ട്. ഇനി OPD എന്ന് പറയുന്നത് ഒരു ആഡ് ഓൺ റൈഡർ ആണെന്ന് പറഞ്ഞു. നമുക്ക് 2 പ്ലാനിൽ നമുക്ക് ഈ OPD റൈഡർ നമുക്ക് അക്യൂട്ട് കെയർ എന്ന ഒരു റൈഡർ മൂലം കവേർഡ് അപ് ടു 20,000 വരെ നമുക്ക് വന്നിട്ടുണ്ട് ആസ് പെയറിൽ. അത് വെൽ കൺസൾട്ട് എന്നുള്ള ഒരു ഫെസിലിറ്റി മൂലം വന്നിട്ടുണ്ട്. ഓക്കെ,
അതിന് ഡിഡക്റ്റബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോളിസിയിൽ 20,000, 30,000, 50,000, 1 ലക്ഷം രൂപ വരെയുള്ള ഡിഡക്റ്റബിൾ നമുക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് മെറ്റർണിറ്റിക്ക് സംബന്ധിച്ചോടിന് ഇത് ബാധകമല്ല. ഡിഡക്റ്റബിൾ ബേസിക് സംബന്ധിച്ചോടിനാണ് ഇത് ഡിഡക്റ്റബിൾ ഓപ്ഷൻ നമുക്ക് ബാധകമാകും. പ്രീമിയം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ നമ്മൾ ഇത്ര എമൗണ്ടിന് ശേഷം വരുന്നത് മാത്രം കവേർഡ് ആയാൽ മതി എന്ന് പറയുമ്പോൾ കമ്പനി അതുവരെയുള്ള എമൗണ്ട് ചെറിയൊരു എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമുക്ക് ഈ ഡിഡക്റ്റബിൾ ഓപ്ഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു 5 ലക്ഷത്തിൻ്റെ പോളിസിയിൽ ചിലർ ഈ പറഞ്ഞ 1 ലക്ഷത്തിൻ്റെ ബേസിക് പോളിസി വേറെ വല്ലതുണ്ടെങ്കിൽ നമുക്കത് ഡിഡക്റ്റബിൾ ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, വേറെ പോളിസികളൊന്നും ഇല്ലാത്തവർ ഡിഡക്റ്റബിൾ ഒന്നും ഇല്ലാതെ പോളിസി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മെറ്റർണിറ്റി ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെറ്റർണിറ്റിക്കാണെങ്കിൽ ആസ് പെയർ പോളിസി മാത്രമേ നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ കൂടുതൽ ചൂസ് ചെയ്യേണ്ട ഒരു പോളിസിയാണ് ആസ് പെയർ പോളിസി. റീഇഷ്യൂ 2.0 മെറ്റർണിറ്റി എന്നുള്ള ഒരു ഫീച്ചർ ഇല്ല. ഓക്കെ, അപ്പോൾ മെറ്റർണിറ്റി നോക്കാത്തവരും 46 വയസ്സിന് മുകളിലുള്ളവരും നമുക്ക് മെറ്റർണിറ്റി ഒക്കെ നോക്കുന്നില്ല എന്നുള്ളവരും നമുക്ക് ഈ പറഞ്ഞ റീഇഷ്യൂ 2.0 പോളിസിന് കൂടുതൽ ക്യാരി ഫോർവേഡ് ഫീച്ചറിന് വേണ്ടി ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓപ്ഷണൽ കവറേജ് നോക്കുകയാണെങ്കിൽ 2 പോളിസിയിലും റീഇഷ്യൂ 2.0 നമുക്ക് സേഫ് ഗാർഡ് എന്ന് പറഞ്ഞ കൺസ്യൂമബിളുടെ ആഡ് ഓൺ, അതേപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ ക്യാഷ്, അതൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് ആഡ് ഓൺ റൈഡർ ആയിട്ട് വരുന്നത്. പിന്നെ പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി, പിന്നെ സേഫ് ഗാർഡ് പ്ലസ് എന്ന് പറയുന്ന കൺസ്യൂമബിളിൻ്റെ മുഴുവൻ കവറേജ് കിട്ടുന്ന ഓപ്ഷൻ, പിന്നെ ഡിസീസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന നമുക്ക് BP ഷുഗറിന് ഡേ 1 കവറേജ് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് റീഇഷ്യൂ 2.0 പോളിസി. ആസ് പെർ പോളിസിയിൽ നമുക്ക് പ്രീമിയം ഡിസ്കൗണ്ട് ഫർദർ ഇയേഴ്സിൽ കിട്ടാനുള്ള ക്യാഷ് ബാക്ക് എന്നുള്ള റൈഡർ, ബോർഡർലെസ് എന്ന് പറയുന്ന നമുക്ക് വേൾഡ് വൈഡ് കവറേജ് കിട്ടാനുള്ള റൈഡർ, ഫ്യൂച്ചർ റെഡി എന്ന് പറയുന്ന സ്പൗസിന് ഫ്യൂച്ചറിൽ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ നമുക്ക് പോളിസി കൊടുക്കാൻ പറ്റുന്ന ഫ്യൂച്ചർ റെഡി എന്നുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറയുന്ന 3 വർഷത്തിൻ്റെ സമ്മർഷോട് 1 വർഷത്തേക്ക് തന്നെ ക്യാരി ഫോർവേഡ് നമുക്ക് അക്യുമുലേറ്റ് ചെയ്ത് തരാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. സേഫ് ഗാർഡ് എന്ന് പറയുന്ന എല്ലാ കൺസ്യൂമബിളും കവർ ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷൻ നമുക്ക് സേഫ് ഗാർഡ് പ്ലസ് അവൈലബിൾ ആണ്. ഹോസ്പിറ്റലിൽ ഡെയിലി ക്യാഷ് അലവൻസ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് അവൈലബിൾ ആണ്. പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി അതിൽ തന്നെ ആഡ് ഓൺ ആയിട്ട് എടുക്കാം. സ്മാർട്ട് ഹെൽത്ത് അത് ഓപ്ഷനിലൂടെ ഡിസീസ് മാനേജ്മെൻറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് BP ഷുഗറിന് ഡേ 1 കവറേജ് ഓപ്ഷൻ ഇവിടെ നമുക്ക് ആഡ് ഓൺ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വെൽ കൺസൾട്ട് എന്നൊരു ബേസിസിൽ OPD റൈഡർ, അതായത് ഔട്ട് പേഷ്യൻറ്റ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇനി പ്രീമിയം കമ്പാരിസൺ നമുക്ക് നോക്കാം. ഇത്രയും നമ്മൾ നോക്കിയപ്പോൾ ഇനി പ്രീമിയം എത്രയാണ്, കൂടുതലാണോ എന്നാണ് നമ്മുടെ കൺഫ്യൂഷൻ വരിക. ആസ്പെയറിൽ കുറച്ച് സൗകര്യങ്ങളൊക്കെ കൂടുതലുണ്ടല്ലോ. പ്രീമിയം നമുക്കൊരു സാധാരണ ഒരു 35 വയസ്സും 32 വയസ്സുള്ള ഒരു 2 അഡൾട്ട് ഒരു ഫാമിലി പോളിസിയിൽ നോക്കുകയാണെങ്കിൽ 2 പ്ലാനിൽ നമുക്ക് ടൈറ്റാനിയം പ്ലസ് വിത്ത് സേഫ് ഗാർഡാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ റീഇഷ്യൂ 2.0 5 ലക്ഷം രൂപ കവറേജിന് 15,314 ആണ് വരുന്നതെങ്കിൽ ആസ്പെയർ പോളിസിയിൽ 15,403 രൂപയാണ് നമുക്ക് 5 ലക്ഷത്തിന് വരുന്നത്. വലിയ വ്യത്യാസം കാണുന്നില്ല. 7.5 ലക്ഷത്തിനാണെങ്കിൽ 16,262 ആണെങ്കിൽ ആസ്പെയറിൽ 16,354 പ്രീമിയം വരുന്നത്. 10 ലക്ഷത്തിന് 17,542 റീഇഷ്യൂ 2.0 എങ്കിൽ 17,193 നമുക്ക് ആസ്പെയർ പോളിസിയിൽ വരുന്നത്. അപ്പോൾ യങ് ഏജിൽ നമുക്ക് ടോപ്പ് വേരിയൻ്റ് എടുക്കുമ്പോൾ 10x ക്യാരി ഫോർവേഡ് തന്നെ വരുന്നത് കൊണ്ട് പ്രീമിയത്തിൽ വലിയ വ്യത്യാസം വരുന്നില്ല. ഇനി ഏജ് ഡിഫറൻസ് വരിക, അല്ലെങ്കിൽ ഏജ് കൂടുതലായിട്ടുള്ള കേസസിൽ പോവുക, അല്ലെങ്കിൽ പ്രീമിയം ലോക്ക് ചെയ്യുന്ന ഫീച്ചർ വേണ്ട, നമുക്ക് നോർമലായിട്ടുള്ള പോളിസി മതി എന്നുള്ള കേസസിലേക്ക് നമുക്ക് ഈ പറയുന്ന ആസ്പെയർ പോളിസിയിൽ കുറച്ച് പ്രീമിയം നമുക്ക് കുറവ് പ്രതീക്ഷിക്കാം. പക്ഷേ ഏജ് കൂടുന്നവർക്ക് നമുക്ക് കൂടുതൽ ക്യാരി ഫോർവേഡ് ഇട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ആസ്പെയർ പോളിസിയിൽ സാധിക്കുന്നില്ല. പക്ഷേ അത് റീഇഷ്യൂ 2.0 പോളിസിയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഏത് 65 വയസ്സ് വരെയാണെങ്കിൽ നമുക്ക് 10x ക്യാരി ഫോർവേഡ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രീമിയം കുറച്ച് റീഇഷ്യൂ 2.0 എന്ന പോളിസിക്ക് ആസ്പെയറിനേക്കാളും ചിലപ്പോൾ കൂടുതലായിട്ട് കാണാം. ഓക്കെ, അതിന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാം. ഇത്രയും നമ്മൾ നോക്കി. അപ്പോൾ 2024 നമുക്ക് ഒരു പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിവ ബൂപ്പയുടെ ഏതായിരിക്കും ബെസ്റ്റ്, റീഇഷ്യൂ 2.0 ആണ് ആസ്പെയർ എന്ന ചോദ്യത്തിന് നമുക്ക് 2 പോളിസിയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. ഓക്കെ, നിവ ബൂപ്പർ സൈഡിൽ നിന്നുള്ള റൂം റെൻ്റ് അപ് ടു സ്യൂട്ട് റൂം വരെ കവർ ചെയ്യുന്ന എല്ലാം പരിമിതികളൊന്നും ഇല്ലാത്ത എല്ലാം കവർ ചെയ്യുന്ന നല്ലൊരു പോളിസികളാണ് 2 പ്ലാനും. പക്ഷേ നമുക്കിത് ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ നീഡിനനുസരിച്ചാണ്. ഓക്കെ, ഏതാണ് നമ്മുടെ നീഡ് സ്യൂട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 18 മുതൽ 35 വയസ്സ് വരെയുള്ള വ്യക്തികളാണെങ്കിൽ ഈ ഫ്യൂച്ചർ റെഡി എന്ന് പറയുന്ന ആഡ് ഓൺ നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. ഫ്യൂച്ചറിൽ അവർ മാരേജ് ആകുമ്പോൾ നമുക്ക് വൈഫിനും കൂടി വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ കൊടുക്കാൻ ഓപ്ഷൻ. അതുപോലെ മെറ്റർണിറ്റിക്ക് ഇത്രയും തവണ ഒരു ചെറിയൊരു സമ്മർഷോടും എവറി ഇയർ നമുക്ക് ബേസ് സമ്മർഷോട് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പോലെ മെറ്റർണിറ്റിയും ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഫീച്ചറൊക്കെ നോക്കുമ്പോൾ നമുക്കത് ഭയങ്കര നല്ലൊരു ഫീച്ചറാണ് വരുന്നത്. പിന്നെ OP ബെനിഫിറ്റ് ഉണ്ട്, പല ആഡ് ഓൺ റൈഡേഴ്സും വർക്ക് ആവുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഇതല്ല നമുക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയാണ് നമ്മൾ വയസ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ക്യാരി ഫോർവേഡ് ആണ് വേണ്ടത്. ഇനി നമ്മൾ മെറ്റർണിറ്റി ഒന്നും നോക്കുന്നില്ലെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് റീഇഷ്യൂ 2.0 പോളിസി ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും അടിപൊളി ഫീച്ചറായിട്ടുള്ള റീഇഷ്യൂ 2.0 ആൻഡ് ആസ്പെയർ പോളിസിയുടെ നമുക്ക് കമ്പാരിസൺ ഇതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോളിസി നിങ്ങൾക്ക് ഇത് രണ്ടിൽ ഏത് പോളിസി ആണെങ്കിലും ശരി, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജിനനുസരിച്ചുള്ള പ്രീമിയം അറിയണം, അത് നിങ്ങളുടെ സജഷൻസ്, നമ്മുടെ പേഴ്സണൽ സജഷൻ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഈ 7012773178 എന്നൊരു നമ്പറിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9809827383 എന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ബന്ധപ്പെടുകയോ ചെയ്യാം. ഓക്കെ, എൻ്റെ പേര് ശിവ, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഓക്കെ, താങ്ക് യു.